ടൈറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഹാൻഡിലാണ്. ഹാൻഡിൽ പിടിച്ചാൽ മതി. സ്ഥിരമായിട്ടൊരു ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇതുണ്ടാവും, നല്ല റിലീഫ് ഉണ്ടാവും. ഒരു ബാക്ക് പെയിൻ ഉള്ളൊരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. എന്നോട് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ടിരുന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാണെന്ന് വിചാരിക്കാം. പല ആൾക്കാർക്കും പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹരിതയുടെ വന്നൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണല്ലോ നിങ്ങളുടെ ഒരു പരിപാടി. എന്താണ് ആ സൊല്യൂഷൻ ആക്ച്വലി? മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഹെൽത്ത് ഇന്നോവേഷൻ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണ സെൻട്രൽ ലൈൻ എന്ന ഒരു സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിന്റെ ഉടമ നമ്മുടെ സുഹൃത്താണ് ഹരിത. നമസ്കാരം. ഈ ഹരിത, ഞാനും ഹരിതയും തമ്മിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ടുള്ളൊരു സൗഹൃദമാണ് അല്ലേ? ഹരിത ഒരു ഓൺട്രപ്രണറാണ്. ഹരിതയ്ക്ക് 2 സ്ഥാപനങ്ങളുണ്ട്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തും ഉണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലുണ്ട്. ഇതാണ് ആക്ച്വലി സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ലൈൻ ഒരു നമ്മൾ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ആ ഒരു മേഖലയിലുള്ള ഒരു ക്ലിനിക്കാണ്. നമ്മൾ മേജർലി നമ്മൾ ബാക്ക് ആൻഡ് നെക്ക് പെയിൻ, അതുപോലെ തന്നെ മറ്റു ഓർത്തോപെഡിക് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ സ്പോർട്സ് ഇഞ്ചുറി, ഇങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലർക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ ചില അഡ്വാൻസ്ഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള റീഹാബ് അതാണ് ചെയ്യുന്നത്. ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. എന്നോട് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ടിരുന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാണെന്ന് വിചാരിക്കാം. പല ആൾക്കാർക്കും പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹരിതയുടെ വന്നൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണല്ലോ നിങ്ങളുടെ ഒരു പരിപാടി. എന്താണ് ആ സൊല്യൂഷൻ ആക്ച്വലി? യൂഷ്വലി അങ്ങനെ ഇപ്പൊ ബാധിക്ക പറഞ്ഞ പോലെ ഭയങ്കര ബാക്ക് പെയിൻ, അതൊരു സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ കൂടുതലും ഡിസ്കിൻ്റെതായ പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ അങ്ങനെ സംഭവിക്കുക. അതായത് ഡിസ്ക് തള്ളി വരിക, ഡിസ്ക് ബൾജ് ആവുക, എനിക്ക് സയാറ്റിക് ആണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതുപോലത്തെ കണ്ടീഷൻ. അതായത് ഡിസ്ക് തള്ളി നമ്മുടെ ഞരമ്പേല് മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അതിന് നീർക്കെട്ട് വന്ന് നമുക്ക് ഇപ്പം കഴുത്തേനുള്ളവർക്കാണെങ്കിൽ കയ്യിലേക്ക് പെയിൻ വരിക, തരിപ്പ് വരിക, അതുപോലെ ബാക്കിന്ന് കാലിലേക്ക് തരിപ്പ് വരിക, പെയിൻ വരിക, ഇതൊക്കെയാണ് യൂഷ്വലി സർജറിക്കൊക്കെ പോകുന്ന സ്റ്റേജസ്. അങ്ങനെയാണ്. അത് ഒരുപക്ഷെ കുറെ നാളായിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പലതും ചെയ്ത് ശരിയാവാതെ വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേജിലാണ് നമ്മൾ സർജറി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോണത്. അപ്പം ഇവിടെ നമുക്ക് കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ് വരുന്നത്. അതായത് സർജറി എന്ന് പറഞ്ഞിട്ട് ഒന്നില്ലേ പേടിച്ചിട്ട് പേടിച്ചിട്ട് വരുന്ന ആൾക്കാര്. അതല്ലെങ്കിൽ ഇപ്പൊ സർജറി ആവശ്യമില്ല, പക്ഷെ പക്ഷെ എക്സസൈസേഴ്സ് ഒക്കെ കൊണ്ട് മാനേജ് ചെയ്യൂന്ന് പറഞ്ഞാലും ചില ആൾക്കാരെ കൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഒരു പ്രോപ്പർ റിലീഫ് വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അതായത് എപ്പോഴും അസ്വസ്ഥത, ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അവനവന്റെ ഇഷ്ടമുള്ള ഇപ്പം സ്പോർട്സിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പൊ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മെഷീൻ പോലെ, ഒരു യന്ത്രം പോലെയുള്ള ഒരു ജീവിതം. അതെ, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ആൾക്കാരാണ് കൂടുതലും നമുക്ക് വരുന്നത്. പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ എന്നെ വെച്ചൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെന്താണ് ഈ മെഷീന്റെ പ്രത്യേകത? ഇബാദിക്ക ഇപ്പൊ നിൽക്കുന്നിടത്താണ് നമ്മള് ട്രൂ 3D സ്പൈനൽ ഡീകംപ്രഷൻ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി. ആക്ച്വലി ഇതാണ്. ഒരു കാര്യം ചെയ്യാം, ഇബാദിക്കനെ ഒന്ന് ഞാൻ കേട്ടിട്ട്. ഒരു കുഴപ്പമില്ല. ഒരു പക്ഷെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും കേട്ടോ. അപ്പൊ ഇതൊക്കെ കൊണ്ട് റിലീഫ് ആകട്ടെ, അതാണ് നമ്മുടെ ഈ സീരീസിന്റെ ഒരു പ്രധാന ഉദ്ദേശം. ഇപ്പൊ ഇതിനകത്ത് കയറി കിടന്നു. ഇനിയിപ്പൊ നമ്മൾ സാധാരണ പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഹൈറ്റ് എടുക്കും, വെയിറ്റ് എടുക്കും. കാരണം അത് ആ ഹൈറ്റും വെയിറ്റിനും അനുസരിച്ചിട്ടാണ് ഈ ഒരു എക്യുപ്മെന്റ് ഒരു ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഫോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ എക്യുപ്മെന്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് 2 എല്ലുകളുടെ ഇടയിൽ ഞെരങ്ങിയിരിക്കുന്ന ഡിസ്കിന് ഒരു സ്പേസ് കൊടുക്കുക. അപ്പൊ അതിനാണ് നമ്മളൊരു ഫോഴ്സ് എന്ന് നമ്മൾ പറയണത്. അപ്പൊ ആ ഫോഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യണത് ഒരു പേഷ്യന്റിന്റെ ഹൈറ്റും വെയിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കുഴപ്പമില്ല, അടിപൊളി. ഇത് നമ്മള് 3 ബെൽറ്റ്സ് ഉണ്ട്. പിന്നെ ഇതില് ഫുൾ സെൻസേഴ്സ് ആണ്. നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ ഈ സ്ക്രീനിൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഹാൻഡിലാണ്. ഹാൻഡിൽ പിടിച്ചാൽ മതി. ഇവിടെ പിടിക്കും അല്ലേ? അതെ.
ഇതിപ്പോ ഇത് അലാം ബട്ടൺ ആണ്. അപ്പം ഇൻ കേസ് പേഷ്യന്റ് പെട്ടെന്ന് എന്തെങ്കിലും അവിടെ ഞെക്കിയാൽ മതി, ശരി, നമ്മളുടെ പ്രോസസ്സ് നിന്നോളും. അപ്പൊ അതെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസിന് വേണ്ടിയിട്ടുള്ള. ഇത് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ ആ കാലും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് വേറെ ഒന്നിനും അല്ല, നമുക്ക് ഈ ഡീകംപ്രഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്പൈൻ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത്. ഇത് എറണാകുളത്ത് തന്നെ ഉണ്ടല്ലോ സരിത? അതെ അതെ. ഓണായിട്ടാ ഹരിത. ഇപ്പൊ എന്താ തോന്നുന്നേ? ബാക്കിലെ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, അവിടെ ഒരു ബോള് വന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് പോകുന്ന പോലെ ഒരു ഫീൽ ഇല്ലേ? അത് സുഖമുണ്ടോ? പിന്നെ കൊള്ളാം. എനിക്ക് ഓൾറെഡി ചെറിയൊരു ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഇരിക്കുമ്പോഴേ. അപ്പൊ ഇതെന്തിനാ ചെയ്യണെന്ന് വെച്ചാൽ നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അതിന്റെ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രത്യേകം സേക്രൽ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത്. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഒരു വീർക്കുന്നു, അത് നമ്മളുടെ ഇവിടുത്തെ പെൽവിക് മൊബിലൈസേഷൻ എന്ന് പറയും. നമ്മളുടെ ആ ഒരു പൊസിഷനിങ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ. ഇതിപ്പം ഓരോ പേഷ്യൻസിനും അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ എല്ലാവർക്കും എല്ലാം ഒന്നും എപ്പോഴും ഒരേപോലെ ഒരേ സമയത്തൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ പോണ നമ്മളുടെ ഇവിടുത്തെ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ മസിൽസിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെന്ന്, അപ്പൊ അതൊന്ന് നമുക്ക് റിലീവ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മളൊരു മൊബിലൈസേഷൻ, അതായത് തൊറാസിക് ആൻഡ് ലംബർ. ഇതങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് നമുക്കുണ്ട്. നമ്മളുടെ മസിൽസിനെയൊക്കെ ഒന്ന് കുറെയൊക്കെ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. ഈ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ഇത് കുറച്ച് മസിൽസിനൊക്കെ നല്ല സ്റ്റിഫ്നെസ്സും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും. സ്ഥിരമായിട്ടൊരു ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഇതുണ്ടാവും, നല്ല റിലീഫ് ഉണ്ടാവും. അത് മിക്ക ആൾക്കാരും പറയുന്നത് ഈ മൊബിലൈസേഷൻ കുറച്ചുകൂടെ സമയം തരുമോ എന്നാ ചോദിക്കുന്നത്. യൂഷ്വലി ഇത് ട്രീറ്റ്മെന്റിന് മുന്നേ നമ്മളൊരു 10 minutes ആണ് ഈ ഒരു മൊബിലൈസേഷൻ നമ്മൾ ചെയ്യണത്. ഇനി എന്താ അടുത്ത പരിപാടി? ഇനിയാണ് നമ്മൾ മസിൽസിനെയൊക്കെ ഒന്ന് മൊബിലൈസ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ 2 എല്ലുകളുടെ ഇടയിൽ ഞെരുങ്ങിയിരിക്കുന്ന ഡിസ്കിന് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇപ്പൊ ശരീരത്തിൽ ഒരു വേക്കം സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, വേക്കം എന്ന് പറഞ്ഞ ഒരു ഒന്നുമില്ലാത്തൊരു സാഹചര്യം അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ ഫ്ലൂയിഡ്സ് വന്ന് ഫില്ലിൻ ആവും. ഓക്കെ, അതേ പ്രിൻസിപ്പിൾ ആണ് നമ്മളുടെ ഇവിടെ നടക്കുന്നത്. അപ്പം 2 എല്ലുകളുടെ ഇടയിൽ ഞെരുങ്ങിയിരിക്കുന്ന ഡിസ്കിന് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ഓവർ എ പീരിയഡ്, അതിങ്ങനെ ഒറ്റ ദിവസത്തെ കാര്യമല്ല, നമ്മൾ പല സെഷൻസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഡിസ്കിലേക്ക് അതിന് നഷ്ടപ്പെട്ടു പോയ ജലാംശം വീണ്ടെടുക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എന്ന് പറയാൻ പറ്റുന്ന സെന്റർ ഫ്രഷിന്റെ ഒക്കെ മിഠായി പണ്ട് കഴിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ അതൊരു പുറത്തൊരു വൈറ്റ് കളർ ഫൈബ്രസ് ലെയറും അകത്തൊരു വെള്ളത്തിന്റെ അംശം കൂടുതലും ഉള്ള ഒരു ജെല്ലി പോലത്തെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതാണ് ഡിസ്ക്. ആ ഡിസ്കാണ് നമ്മൾ കുനിയുമ്പോഴും നിൽക്കുമ്പോഴും ചാടുമ്പോഴും ഒക്കെ നമ്മുടെ എല്ലുകളുടെ ഇടയിൽ ഷോക്ക് അബ്സോർപ്ഷൻ പോലെ നിൽക്കുന്നത് ആ ഡിസ്ക് ആണ്. അപ്പൊ അതിനാണ് വീക്കം തട്ടുമ്പോ അല്ലെങ്കിൽ അതിന്റെ ജലാംശം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൂടുതലും ഇപ്പം നമ്മളെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മോശമാണല്ലോ. അപ്പം അങ്ങനെ ആരോഗ്യമില്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ നമ്മുടെ ഡിസ്കിന്റെ ബൾജ് ഒക്കെ പെട്ടെന്ന് ഇപ്പം പണ്ട് 50-60 വയസ്സിൽ വന്നതൊക്കെ ഇപ്പം 30-40 വയസ്സിലൊക്കെ വരുന്നതിന്റെ റീസൺ ഇതൊക്കെ കുറെയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പം ആ ഞെരുങ്ങിയിരിക്കുന്ന ഡിസ്കിനെയാണ് നമ്മൾ ഈ ഒരു ഈ ബെഡ് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു അകൽച്ച വന്ന പോലെ തോന്നണില്ല. അപ്പൊ ആ ഒരു ഇപ്പൊ ഈ ഒരു അകൽച്ച നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഇപ്പൊ പണ്ടത്തെ വെയിറ്റ് ഇട്ട് കിടക്കുക അല്ലെങ്കിൽ ട്രാക്ഷൻ ഇടുക എന്നൊക്കെ പറയുന്ന ഒരു സ്കിൻ മസിൽ ലെവൽ വരെയൊക്കെ അതിന്റെ ഒരു സ്ട്രെച്ച് വരുന്നുള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ ഡിസ്കിന് ഒരു പ്രോപ്പർ സ്പേസ് കിട്ടുന്നൊന്നും അത്ര എഫക്റ്റീവ് അല്ല. പക്ഷെ ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ MRI ഒക്കെ നോക്കി ഫിസിക്കൽ അസസ്മെന്റും എല്ലാം കോറിലേറ്റ് ചെയ്ത് നമ്മൾ ഏത് ലെവൽ ഡിസ്കുകൾക്കാണ് കൂടുതൽ പ്രശ്നം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ബെഡ് ഒന്ന് ആങ്കിൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇബാദിക്കൊക്കെ ആവശ്യമില്ല. പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ലേ, ചില പേഷ്യൻസിന് ഇങ്ങനെ ഞരമ്പിലൊക്കെ ഡിസ്ക് ചെന്ന് മുട്ടി നിന്നിട്ട് ചിലർക്ക് ഒരു കാലം ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് 2 കാലം ഉണ്ടാവും. അത് നമ്മുടെ ഡിസ്ക് എങ്ങനെയാണ് നമ്മളെ ഞരമ്പിനെ ബാധിച്ചിരിക്കുന്നതെന്നുള്ളതനുസരിച്ചിട്ടാണ്.
അപ്പൊ ഇപ്പൊ കാലിലേക്കൊക്കെ വേദന പോകുന്ന പേഷ്യന്റിന് ഏത് കാലിലേക്കാണോ പെയിൻ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ബെഡ് ഒന്ന് ആങ്കിൾ ചെയ്യും. അത് നമ്മുടെ ആ ഡിസ്കിന് ആ ഒരു സൈഡിൽ പ്രത്യേകം കുറച്ച് ഒരു സ്പേസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളുടെ ആ കാലിലേക്കുള്ള വേദനയും തരിപ്പിനും ഒക്കെ നമുക്ക് വലിയൊരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യണത്. പറയൂ. നടുവിനെ ആ ബോള് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ കേട്ടോ. ആ ബോള് വന്ന് ഇത് ചെയ്തപ്പോ ഉണ്ടല്ലോ, ആ ഇങ്ങനെ മസാജ് ചെയ്തില്ലേ, അത് ചെയ്തപ്പോ നല്ലൊരു സുഖം ഉണ്ടായി. ഇനി അടുത്തൊരു എക്സ്പീരിയൻസ് പറയട്ടെ. നിങ്ങൾ ബാക്കിലേക്കിട്ടൊരു വലിച്ചില്ലേ, അന്നാലും ഒരു നല്ലൊരു ഒരു നീരുവീഴ്ച എന്നൊക്കെ റിലീസ് ആകുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സുഖം ഉണ്ടായി. ചാടി എണീക്കരുത്. ഇല്ല, ചാടി എണീക്കില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. ഫ്രീ ആയതുപോലെ എന്തായാലും നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു അല്ലേ മെഷീൻ ടെക്നോളജി ആദ്യത്തെ സ്ഥലത്ത് നമുക്ക് കിടക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്തായാലും മെഷീനിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി. അപ്പൊ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഓൾറെഡി ഒരു നമ്മുടെ ഒരു നമുക്കറിയാവുന്ന ഒരാളോട് ഇദ്ദേഹത്തിനും ഇത് എന്ത് ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇത് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് മേജർലി നമ്മളുടെ പെയിൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോഗ്രാമാണ്. അപ്പൊ ഇതൊരു മാഗ്നറ്റിക് ഡിവൈസ് ആണ്. പയ്യെ അവിടെ കൈവച്ചാൽ അറിയാം ആ ഒരു സ്റ്റിമുലേഷൻസ് നമുക്ക് കിട്ടുന്ന കാണാം. അപ്പൊ ഇത് നമ്മളുടെ നല്ല വേദനയായിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പെയിൻ റിലീഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോഗ്രാമാണ് ഇത്. ഇത് തന്നെ നമ്മൾ ബാക്കിനെ പ്ലേസ് ചെയ്യും. ഇപ്പൊ എനി ജോയിന്റ് പെയിൻ ഒക്കെ നമുക്ക് ഒരു പെട്ടെന്നൊരു റിലീഫ് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു സെഷൻ. അല്ല, ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴേ നമ്മളോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് വേറെ കുഴപ്പമില്ല, ഈ ഉപ്പൂറ്റിയിലൊക്കെ എപ്പോഴും വേദന അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹം യൂറിക് ആസിഡ് ഒന്നും അല്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ സാധാരണ ആൾക്കാർ യൂറിക് ആസിഡ് എന്നൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ 4 ദിവസമായി അദ്ദേഹത്തിന് നല്ല ആശ്വാസമാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ ഒരു എക്സ്പീരിയൻസ് കണ്ട് അതേ മെഷീൻ തന്നെ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇരിക്കട്ടെ, ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം നടുവേനുള്ള അതായത് ഡിസ്കിന്റെ ഒക്കെ പ്രശ്നമുള്ള ഒരു 10 പേര് എടുക്കണത് 3 പേർക്കും യൂറിൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. അത് നമ്മള് നടുവേദനയ്ക്കും ഈക്വലി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മള് എക്സസൈസസ് ചെയ്യുന്നതിന്റെ ഒരു 10 ഇരട്ടി ഗുണം നമുക്ക് ഇത് ഒരു മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ നമുക്ക് തരും. അപ്പൊ നമ്മുടെ ആ മസിൽ ഒരു ഫീല് കിട്ടുന്നില്ലേ, അപ്പൊ നമ്മളുടെ അവിടുത്തെ മസിൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, സ്ട്രെങ്തൻ ചെയ്തെടുക്കുകയാണ്. അതും ഈ ട്രീറ്റ്മെന്റ് ഭാഗമാണ്. അപ്പൊ അത് പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ്. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിലും നമുക്ക് ഇനി എക്സസൈസസും കാര്യങ്ങളൊക്കെ കാണാം. അത് ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് എക്സസൈസസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒന്നും എല്ലാ എക്സസൈസും പറ്റില്ല. തീർച്ചയായിട്ടും സന്തോഷം വരാൻ സാധിച്ചതിലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. അപ്പൊ ആദ്യം ഹരിതക്ക് 2 സെന്റർ ഉണ്ട്, എറണാകുളത്തും ഉണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലും ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു നോർത്ത് സൈഡിലുള്ള ആൾക്കാരിന് എറണാകുളം പോലെ വരേണ്ട കാര്യമില്ല, ഇവിടെ വന്നാല് സൊല്യൂഷൻ കിട്ടും. അപ്പൊ സന്തോഷം. എല്ലാവിധ ആശംസകളും. നമ്പർ കൊടുക്കാം, ആളുകൾ വിളിക്കും. ഹരിത ഇതിന്റെ ഓണറാണ്, അത് ലേഡി ഓൺട്രപ്രണറാണ്. നമ്മുടെ ഡോക്ടർ ഉണ്ടോ? നമുക്കൊരു ഫിസിയാട്രിസ്റ്റ് ഉണ്ട്, അതായത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ എന്നാണ് അവരെ പറയുന്നത്. അത് കൂടാതെ നമുക്ക് ഇപ്പൊ 20 years ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ. അപ്പൊ എന്തായാലും ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. 15 ദിവസം വരെ ചെയ്യണം അല്ലെ മിനിമം? 15 അങ്ങനെ ഒരു സ്പെസിഫിക് കണക്കല്ല, പക്ഷെ സാധാരണഗതിയിൽ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏതാണ്ട് 15 തൊട്ട് 25 സെഷൻ വരെയൊക്കെ ചെയ്താൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആണോ ചെയ്യേണ്ടത്, അതോ അത് ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആണ്, ചില ആൾക്കാർക്ക് ഒരു സർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ അത് ടേപ്പർ ചെയ്തൊക്കെ വിടും. അതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ. അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നുമില്ല. അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.